നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചതോടുകൂടി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ദില്ലിയിലെ CJP സമരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത് ഏതാണ്ട് 60 വർഷക്കാലമാണ്. ഈ 60 വർഷം കൊണ്ട് രാജ്യത്ത് ഇവർ ഉണ്ടാക്കി വെച്ച മെഡിക്കൽ കോളേജുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വെറും 387 എന്നാൽ കഴിഞ്ഞ 12 വർഷം നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയിലുണ്ടായ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 819 ഉയർന്നിരിക്കുന്നു. പുതുതായി 12 വർഷം കൊണ്ട് പണി കഴിപ്പിച്ചത് 432 വരുന്ന മെഡിക്കൽ കോളേജുകളാണ്. 2014 അതായത് കോൺഗ്രസ് ഭരണം ഏറ്റവും ഒടുവിൽ അവസാനിക്കുമ്പോൾ രാജ്യത്ത് വെറും 51,348 മെഡിക്കൽ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് രാജ്യത്താകമാനമുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികളിൽ 51,000 പേർക്ക് മാത്രമേ ഡോക്ടറാകാനുള്ള അവസരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം 2026 ആയപ്പോഴേക്കും 1,36,000 ഉയർന്നിരിക്കുന്നത്. 432 മെഡിക്കൽ കോളേജുകൾ 60 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയത് 387 ആണെങ്കിൽ 12 വർഷം കൊണ്ട് BJP ഉണ്ടാക്കിയിരിക്കുന്നത് 432 മെഡിക്കൽ കോളേജുകളാണ് എന്നാണ് BJP കണക്കുകൾ നിരത്തി പറയുന്നത്. സീറ്റുകളുടെ എണ്ണം 1,36,000 വർദ്ധിച്ചു. MD MS സീറ്റുകളുടെ എണ്ണം 31,185 ആയിരുന്നു 2014. 2026 അത് 67,000 വർദ്ധിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 2014 145 മാത്രമായിരുന്നു. അത് 2026 400-ലധികമായി വർദ്ധിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 2014 രാജ്യത്തുണ്ടായിരുന്നത് വെറും 7 മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് 23-ലധികമാണ്. ഇത്തരം കണക്കുകളാണ് BJP CJPയുടെ ഈ സമരത്തെ നേരിടാനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല, രാജ്യത്ത് കേന്ദ്ര സർക്കാർ 2014 വിദ്യാഭ്യാസ മേഖലയ്ക്കായി നടത്തിയ ബഡ്ജറ്ററി അലോക്കേഷൻ എന്ന് പറയുന്നത് 66,867 കോടി രൂപ മാത്രമായിരുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ, അതായത് നടപ്പ് സാമ്പത്തിക വർഷം, 1,39,289 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കായി സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് എത്രമാത്രം വളർന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് ഈ കണക്കുകളിലൂടെ വെളിപ്പെടുന്നത്. അതായത് CJPയുടെ സമരം ശക്തമാവുകയും പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് സർക്കാർ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പ്രചരണായുധമാക്കുകയാണ് BJP നേരിട്ട് ജനങ്ങളിലേക്ക് ഇത്തരം കണക്കുകൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വൻതോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് BJP തയ്യാറെടുക്കുന്നത്. അതായത് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്ന സമരാഭാസം CJP എന്ന പേരിൽ നടത്തുന്നത് പഴയ ആം ആദ്മി പാർട്ടി തന്നെയാണ് എന്നാണ് BJPയുടെ വിലയിരുത്തൽ. വിദേശ സഹായമടക്കം ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള രാജ്യവിരുദ്ധ സംഘടനകളുടെ അടക്കം സഹായം ഈ സംഘടനകൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ജനങ്ങളെ നേരിടാൻ ഭയമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടി ഒരു അഴിമതി വിരുദ്ധ സേന എന്ന നിലയിലാണ് രാജ്യത്ത് നിലയുറപ്പിച്ചത്. ദില്ലിയിലും പഞ്ചാബിലും അധികാരം പിടിക്കുകയും ചെയ്തു. ദില്ലിയിൽ വർഷങ്ങളോളം അവർ ഭരിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ. എന്നാൽ ദില്ലി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ചെയ്തതെന്താണ് എന്ന് ഇന്ന് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതായത് അഴിമതിക്കെതിരെ രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി കോടികളുടെ കൈക്കൂലി കേസിലാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തത്. മദ്യത്തിനെതിരെ രംഗത്ത് വന്ന പാർട്ടിയായ ആം ആദ്മി പാർട്ടി മദ്യനയ അഴിമതി കേസിലാണ് ദില്ലിയിൽ വലിയ പേരുദോഷം കേൾപ്പിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ അതികായകന്മാരായ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള ഉന്നത നേതാക്കന്മാരാണ് ദില്ലിയിൽ ഈ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായത്. EDയും CBIയും എല്ലാം ഇവരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് മദ്യ കമ്പനികൾക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ മദ്യ
നയം തിരുത്തി എഴുതി എന്നതാണ് ആം ആദ്മി പാർട്ടി നടത്തിയ വലിയ കുറ്റകൃത്യം. ഇതിലൂടെ നൂറുകണക്കിന് കോടി രൂപയാണ് നേതാക്കളുടെ പോക്കറ്റിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടത്. പഞ്ചാബിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന 10 MP-മാരിൽ 7 പേരും BJP-യിലേക്ക് മറുകണ്ഠം ചാടിക്കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ BJP-ക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഈ കൂറുമാറിയ MP-മാരിൽ ഭൂരിഭാഗം പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഈ 7 MP-മാർ മാത്രമല്ല 60ഓളം MLA-മാരും BJP-ക്കൊപ്പം വരാൻ പഞ്ചാബിൽ തയ്യാറെടുക്കുകയാണ് എന്നാണ് സൂചന. അതായത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റമാണിത്. പഞ്ചാബ് BJP-ക്ക് ഒരിക്കലും സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ്. അകാലിദളിനെ പോലെയുള്ള ശിരോമണി അകാലിദളിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ BJP-യുടെ സഖ്യകക്ഷിയായി കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നപ്പോൾ മാത്രമാണ് പഞ്ചാബിൽ കുറച്ചെങ്കിലും സീറ്റുകൾ നേടാൻ BJP-ക്ക് സാധിച്ചത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം BJP കേരളത്തെ പോലെ തന്നെ പഞ്ചാബിലും സ്വാധീനം കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും BJP വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും പഞ്ചാബ് BJP-ക്ക് പിടികൊടുക്കാത്ത ഒരു മണ്ണായിരുന്നു. ആ മണ്ണിലാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റം BJP-ക്ക് അനുകൂലമായി നടക്കുന്നത്. ഇത് ആം ആദ്മി പാർട്ടിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇനി സമരവുമായി ജനങ്ങളെ നേരിടാൻ ഭയമാണ്. മാത്രമല്ല നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവിനെ അധികാരഭ്രഷ്ടനാക്കുവാൻ ജനാധിപത്യ മാർഗങ്ങളിലൂടെ കഴിയില്ല എന്നുറപ്പ് വന്നപ്പോൾ ചില വിദേശ ശക്തികളും അതുപോലെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം കുറുക്കു വഴിയിലൂടെ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നും BJP ആരോപിക്കുന്നുണ്ട്. ബംഗാളിൽ നടന്നതുപോലെ നേപ്പാളിൽ നടന്നതുപോലെ ഇവിടെ ഒരു ജൻസി കലാപമാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കുമെന്നും പ്രക്ഷോഭകരിൽ ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ അതിക്രമം കഴിഞ്ഞ തിങ്കളാഴ്ച അവർ പാർലമെന്റിന്റെ സമീപ പ്രദേശങ്ങളിൽ നടത്തുന്നതും നമ്മൾ കണ്ടു. വൻതോതിൽ പോലീസിനെ ആക്രമിക്കുന്നു, വാഹനങ്ങളെ ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ പൊതു സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു. ഇങ്ങനെ വലിയ ആക്രമണങ്ങളാണ് CJP-യുടെ പാർലമെന്റ് മാർച്ചിന്റെ പേരിൽ യാതൊരുവിധ അനുമതിയുമില്ലാതെ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയത്. ഇതെല്ലാം ആം ആദ്മി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ചില വിദേശ ശക്തികളുടെയും പണിയാണ് എന്നാണ് ഇപ്പോൾ BJP വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ശക്തമായ പ്രചരണത്തിലൂടെ കണക്കുകൾ നിരത്തിയുള്ള പ്രചരണത്തിലൂടെ നേരിടാനാണ് ഇപ്പോൾ BJP തയ്യാറെടുക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തില്ല എന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ ചർച്ചകൾ നടന്ന സമയവും തീയതിയുമെല്ലാം BJP ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് മാർച്ച് നടത്തിയ അന്ന് തന്നെ കേന്ദ്രമന്ത്രി JP നദ്ദ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇവർ 3 ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുകയും ഈ 3 ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന് സർക്കാർ പറയുകയും ചെയ്തു. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ നടന്ന ചില ക്രമക്കേടുകളെ കുറിച്ചാണ്. ആ ക്രമക്കേടുകൾക്ക് ശേഷം നീറ്റ് പരീക്ഷ റദ്ദാക്കുകയും സ്വതന്ത്രവും നീതിയുക്തവുമായി നീറ്റ് പരീക്ഷ വീണ്ടും നടക്കുകയും അത് വലിയ വിജയകരമായി മാറുകയും ചെയ്തതാണ്. ഇനിയും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിനോട് കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല. മാത്രമല്ല പ്രതിപക്ഷം ആദ്യം ആവശ്യപ്പെട്ടത് പാർലമെന്റിലെ ചർച്ചയായിരുന്നു. പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിച്ചപ്പോൾ അത് പോരാ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇനി അടുത്ത ആവശ്യവുമായി രംഗത്ത് വരില്ല എന്നാര് കണ്ടു എന്നാണ് BJP ചോദിക്കുന്നത്. മാത്രമല്ല ഈ ചർച്ചകൾക്ക് ഈ വലിയ താല്പര്യം ഇപ്പോൾ CJP-യും കാണിക്കുന്നില്ല. ആദ്യഘട്ട ചർച്ചകളിൽ CJP അവരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വച്ചു. സർക്കാർ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് CJP-യെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ JP നദ്ദയുടെ വസതിയിലേക്ക് ഒരു കാരണവശാലും ചർച്ചകൾക്ക് പോകില്ല എന്ന തീരുമാനമാണ് CJP-യുടെ പ്രതിനിധികൾ എടുത്തത്. വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ ജന്തർ മന്ദറിലോ അല്ലെങ്കിൽ തങ്ങൾ നിശ്ചയിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തോ വരട്ടെ എന്നായിരുന്നു ഈ CJP പ്രതിനിധികൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനോട് ഈ സമരാനുകൂലികൾക്ക് യോജിപ്പില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സമരങ്ങളോട് കോടതി കാണിക്കുന്ന നിസ്സംഗമായ സമീപനവും ഇക്കാര്യത്തിൽ അവരുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയിൽ പോയി ഈ സമരത്തിന് എന്നെ അനുകൂലിക്കുന്നവർ സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകി.
മാത്രമല്ല ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തന്നെ ഈ ഹർജി എടുത്ത് തോട്ടിലെറിയുന്നത് നമ്മൾ കണ്ടതാണ്. ഹർജി ഉടനെ ഒന്നും അങ്ങനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. ഹർജിക്കാരൻ ഉടൻ തന്നെ ഈ പോലീസ് കുട്ടികളെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഒരു നിമിഷം വൈകാതെ പറഞ്ഞത് ആ ദൃശ്യങ്ങളൊന്നും കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. കോടതിയുടെ സമയം കളയരുത് എന്ന മുന്നറിയിപ്പും ഹർജിക്കാരന് സുപ്രീം കോടതി നൽകിയിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു ഹർജിയിൽ നടന്ന വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ചില പരാമർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പാറ്റ പാർട്ടികൾ രംഗപ്രവേശനം ചെയ്തത് എന്ന് കോടതിക്ക് നന്നായി ഓർമ്മയുണ്ടാകും. സുപ്രീം കോടതിയിൽ മാത്രമല്ല, സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി ഹൈക്കോടതിയിലും ദില്ലി ഹൈക്കോടതിയിലും എത്തിയിരുന്നു. എന്നാൽ ദില്ലി ഹൈക്കോടതിയും സമാനമായ ഒരു തീരുമാനം തന്നെയാണ് എടുത്തത്. ഹർജി ഒരു കാരണവശാലും ഉടൻ പരിഗണിക്കാൻ കഴിയില്ല എന്ന് ദില്ലി ഹൈക്കോടതിയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, കോടതികളും CJPയുടെ അല്ലെങ്കിൽ പാറ്റകളുടെ സമരത്തോട് മൃദു സമീപനമല്ല സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ്. ഈ സമരത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പാർലമെന്റ് സമ്മേളിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. അതായത് പ്രതിപക്ഷം പാർലമെന്റിൽ വളരെയേറെ ദുർബലപ്പെട്ടിരിക്കുന്നു. ഒട്ടനവധി MP-മാരാണ് പ്രതിപക്ഷത്തു നിന്നും കൂറുമാറി, ഇന്ത്യ മുന്നണിയിൽ നിന്നും കൂറുമാറി ഇപ്പോൾ നേരെ NDAയിലേക്ക് വന്നത്. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്ന BJPയുടെ NDA എന്ന മുന്നണിക്ക് ഇപ്പോൾ 2/3 ഭൂരിപക്ഷമുണ്ട് എന്നോർക്കണം. അത്രമാത്രം രാഷ്ട്രീയ കൂറുമാറ്റം പാർലമെന്റിൽ നടന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ലായിരുന്ന DMKയുടെ MP-മാരെല്ലാം ഇപ്പോൾ പ്രത്യേക ബ്ലോക്കായിരിക്കുകയാണ് ലോക്സഭയിൽ. അവർ വിഷയാധിഷ്ഠിതമായി സർക്കാരിനെ പിന്തുണയ്ക്കാം എന്ന് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും പാർട്ടി വിട്ട് NDAയിലേക്ക് മാറി. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ MP-മാർ 9ഓളം MP-മാരാണ് ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നത്. അവർ NDA പക്ഷത്താണ്. ശരത് പവാറും മകൾ സുപ്രിയ സുലെയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. ശരത് പവാറും NCPയുടെ 8ഓളം MP-മാർ NDA പക്ഷത്തേക്ക് പോകുന്നു എന്ന ശ്രുതിയുണ്ട്. ഇങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്. പ്രതിപക്ഷം ഏറെ ദുർബലപ്പെട്ടിരിക്കുന്നു. ഈ ദുർബലത നാട്ടുകാർ കാണരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വലിയ ബഹളം പാർലമെന്റിൽ ഉണ്ടാക്കുന്നത് എന്ന് BJP ആരോപിക്കുന്നു. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദില്ലിയിൽ നടക്കുന്ന സമരങ്ങളെ പിന്തുണച്ചും ദില്ലിയിൽ നടക്കുന്ന സമരങ്ങളെ എതിർത്തുകൊണ്ടും സമൂഹത്തിൽ അഭിപ്രായങ്ങൾ ശക്തമാണ്. പക്ഷേ ഈ സമരത്തിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ടെന്നും അത് ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കുക ആണ് ഉദ്ദേശമെന്നും BJP ഉറച്ചു വിശ്വസിക്കുന്നു.